നിയമത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടപരമാധികാരങ്ങളെ നിഷ്ഫലമാക്കിക്കൊണ്ട് ഒരു ദൈവപൈതലിൻ്റെ വിടുതലിനെ യേശു പുറത്തു കൊണ്ടുവരികയാണ്. കാരണം ഒരുപാട് പേർ നേരിടുന്ന കള്ളക്കേസുകൾ, കോടതി വിചാരണകൾ പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള നിലയിലുള്ളതായ നിരവധിയായിരിക്കുന്ന നിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ മേൽ കർത്താവിൻ്റെ വിടുതലിൻ്റെ കരം ചലിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയുടെ പകലാണിത്. ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് എല്ലാവർക്കും വലിയവനായ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടുകൂടെ സ്നേഹവന്ദനം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ക്രൂശീകരണം നടക്കുന്ന സമയത്ത് യേശുവിനോട് പീലാത്തോസ് പറഞ്ഞതും പീലാത്തോസിനോട് യേശു പറഞ്ഞതുമായ ഒരു വാക്കിനെ ആധാരമാക്കിയാണ് ഇന്നത്തെ ദൂത് മുന്നോട്ട് പോകുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. പീലാത്തോസ് യേശുവിനോട് പറയുകയാണ്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ട്, നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശു അവനോട്, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരധികാരവും ഉണ്ടാകയില്ലായിരുന്നു. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആലോചന കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ഏത് ഉന്നതൻ നിങ്ങൾക്ക് നേരെ രംഗത്തുണ്ടെങ്കിലും അവന് മീതെ വ്യാപരിക്കുന്നൊരു അത്യുന്നതൻ നിനക്ക് സഹായത്തിനായിട്ടുണ്ട്. ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ ബലഹീനനു വേണ്ടി സഹായിയായി ഇറങ്ങുന്ന ഒരു തമ്പുരാനുണ്ട്. ഇന്ന് രാവിലെ പലരുടെയും വിഷയത്തിൽ യേശു തന്നെ ഒരു വക്കീൽ കോട്ടിട്ട് ചില കാര്യങ്ങളിൽ ഇറങ്ങും. ചില കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കപ്പെടുന്നൊരു ദിവസമാണിത്. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. ചിലതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കള്ളത്തരങ്ങളായി കെട്ടിച്ചമച്ച് വെച്ചതാണ്. എന്നാൽ അത് സമർത്ഥിക്കാൻ തക്ക വിധത്തിലുള്ളതായ തെളിവുകളോ വാദിച്ചത് ഉറപ്പിക്കാൻ കഴിയുന്ന സമർത്ഥരായ വക്കീലന്മാരെ വിലക്കെടുക്കാനുള്ളതായ സാമ്പത്തിക സ്ഥിതിയോ ഇല്ലാതെ പോകുന്നതിൻ്റെ പേരിൽ പലതും അനുഭവിച്ചേക്കും എന്ന നിലയിലുള്ള ഭയപ്പാടുകൾ ഇന്ന് രാവിലെ പൊട്ടിമാറട്ടെ. ഏത് നിയമമണ്ഡലങ്ങൾക്ക് മീതെയും പരമാധികാരം ദൈവത്തിനുള്ളതാകയാൽ ഹല്ലേലൂയ. ഏത് ജഡ്ജിയും സാക്ഷി വിസ്താരം നടത്തുമ്പോൾ ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നതും മതഗ്രന്ഥങ്ങളുടെ മീതെ കരം വെച്ച് സത്യം ചെയ്യുന്നതും മുഖവിലക്കെടുക്കുമെങ്കിൽ ഏത് ന്യായാധിപ സദസ്സിലും ദൈവപ്രവൃത്തിക്ക് ഇടമുണ്ടെന്നുള്ളത് അവർ പൊതുവെ അംഗീകരിക്കുകയാണ്. മനസ്സാക്ഷിയുടെയും നിയമത്തിൻ്റെയും മീതെ ദൈവത്തിൻ്റെ ആധിപത്യമുണ്ടെന്നുള്ളതായ ഒരു വ്യക്തമാക്കലാണ് ഇത്തരം സാഹചര്യങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. യേശുവിനെ ക്രൂശിക്കുവാൻ തുടങ്ങുന്ന വേളയിൽ യേശുവിനോട് പീലാത്തോസ് പറയുകയാണ്, നിന്നെ ക്രൂശിക്കുവാൻ, നിന്നെ വെറുതെ വിടാൻ എനിക്ക് അധികാരമുണ്ട്. യേശു തിരിച്ചും മറുപടി പറഞ്ഞു, ഉയരത്തിൽ നിന്ന് നൽകിയിട്ടില്ലെങ്കിൽ നിനക്കെൻ്റെ മേൽ ഒരധികാരവും ഉണ്ടാവുകയില്ല. അതായത് ഇപ്പോൾ ഞാൻ വെറും ഒരു തടവുകാരൻ എന്ന് നീ ചിന്തിക്കുന്നുണ്ടാകും. കൊത്തിപ്പറിക്കുവാനുള്ള പകയോടുകൂടെ, ക്രൂശിക്കുവാനുള്ള ആക്രോശങ്ങളോടുകൂടെ എൻ്റെ നേരെ മൃഗതുല്യമായി നോക്കി നിൽക്കുന്ന പ്രതികാരദാഹികളായ ഈ ജനത കാണുകെ യേശു അവിടെ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ മഹിമയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നൊരു ദിവസം വരുന്നുണ്ട്. ആകാശമേഘങ്ങളെ വാഹനമാക്കി ഞാൻ വരുന്നത് കാണുന്ന നാളുകൾ അതിവിദൂരമല്ല. നിനക്ക് എൻ്റെ മേൽ അധികാരമുണ്ടെങ്കിൽ ആ അധികാരത്തിന് മീതെയുള്ള പരമാധികാരത്തിൽ ആ സിംഹാസനം ഉറപ്പിക്കപ്പെട്ടതിൽ ഞാൻ വാഴുന്ന സമയം നീ എൻ്റെ മുമ്പിൽ മുട്ടിന്മേൽ നിന്ന് ഞാൻ കർത്താവ് എന്ന് പറയുന്നൊരു ദിവസം വരും. വിശുദ്ധ തിരുവെഴുത്ത് അത് പറയുന്നുണ്ട് താനും. സകല നാവും യേശു തന്നെ കർത്താവ് എന്ന് പറയുന്നതായ ഒരു ദിവസം കടന്നു വരുന്നുണ്ട്. പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ യേശുവിന് അത്രമേൽ ധൈര്യമാണ്. ഭയപ്പെട്ടൊന്നുമല്ല കർത്താവ് അവിടെ നിലകൊള്ളുന്നത്. യേശുവിനെ മൗനത്തിന് മുമ്പിൽ പോലും പരിഭ്രമിച്ചു പോയ ഒരു ന്യായാധിപനായിട്ട് പീലാത്തോസിനെ ദൈവവചനത്തിന്റെ വഴികളിൽ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ മക്കളെ, ഏത് പ്രതിബന്ധത്തിന്റെ സാഹചര്യത്തിന് നടുവിലും നീ ഉയർത്തിപ്പിടിക്കുന്ന വിശ്വാസം അത് ശത്രുമണ്ഡലങ്ങളെ വല്ലാതെ പരിഭ്രമിപ്പിക്കും. അതിന്റെ അടിവേരുകളെ അത് ഇളക്കും. ഇന്ന് രാവിലെ ദൈവത്തിന്റെ അധികാരം നിനക്ക് വേണ്ടി അനുകൂലമായി നിൽക്കുന്നതാകയാൽ ഭയപ്പെടേണ്ട കാര്യങ്ങൾ തീരുമാനത്തിലേക്ക് വരാൻ പോവുകയാണ്. ദൈവം നിനക്ക് അനുകൂലമായൊരു വിധിയെഴുത്തിന്റെ ഫലം പുറപ്പെടുവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കേണ്ടതിന് ദൈവത്തിന്റെ ന്യായാധിപ പീഠത്തിൽ നിന്നും അനുകൂലമായൊരു വിധി ഈ ദിവസങ്ങൾ എഴുന്നേറ്റ് വരും. കള്ളത്തെളിവുകളും കള്ളസാക്ഷ്യങ്ങളും നിരത്തിക്കൊണ്ട് നിരപരാധികളെ ഏതു വിധത്തിലും അകപ്പെടുത്തുവാനുള്ളതായ ദുഷ്ട പദ്ധതികൾക്ക് മേൽ ദൈവത്തിന്റെ വിധിയെ കർത്താവ് പുറപ്പെടുവിക്കുവാൻ പോവുകയാണ്. ഒന്ന് ഞാൻ അറിയുന്നു, ഈ ദിവസങ്ങളിൽ ചിലത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള വേദനയോടുകൂടെ, ചിലതിൻ്റെയൊക്കെ നടുവിൽ വല്ലാത്ത എതിരുകൾ നേരിട്ടുകൊണ്ട് പേടിച്ച് കരയുന്ന ചിലർക്ക് കർത്താവ് ഒരുക്കുന്ന ആശ്വാസത്തിന്റെ ഒരു സമയം തുറക്കപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. യേശു ഭയപ്പെട്ടില്ല. അവിടെ നിന്നുകൊണ്ട് കർത്താവ് ധൈര്യത്തോടുകൂടെ സംസാരിക്കുകയാണ്, നിനക്കെൻ്റെ മേൽ ഉയരത്തിന്നതല്ലാതെ ഒരധികാരവുമില്ല. വിധി പറയുന്നവൻ്റെയും
ഈ വിധി പറയുന്നവനായ പീലാത്തോസിന്റെ തലയിലിരിക്കുന്ന കിരീടത്തിന്റെയും ആ കിരീടം അണിഞ്ഞിരിക്കുന്ന ഇവന്റെ ശരീരത്തിൽ സ്പന്ദിക്കുന്ന ജീവന്റെയും പരമാധികാരം ബന്ധിക്കപ്പെട്ട് നിൽക്കുന്ന തന്റെ കരങ്ങളിലാണെന്നുള്ള കാര്യം യേശുവിന് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. അധികാര ശൃംഖങ്ങളുടെ ഉത്തംഗതയിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളാണ് സകലതും നിരൂപിക്കുന്നത്, ഞങ്ങളാണ് കാര്യങ്ങൾ ഭരിക്കുന്നത്, ഞങ്ങളാണ് നടത്തുന്നത് തീരുമാനിക്കുമ്പോഴും പ്രാർത്ഥിക്കുന്ന ദൈവപൈതലിന്റെ പ്രാർത്ഥനാ മുറിയിലാണ് കാര്യങ്ങളുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് എന്നുള്ളതായ തിരിച്ചറിവ് ഇന്ന് രാവിലെ നിങ്ങൾക്കുണ്ടാകട്ടെ. ഏതുന്നത പർവ്വതത്തെയും ചലിപ്പിക്കുവാൻ ദൈവത്തിന്റെ കൈക്ക് ശക്തിയുണ്ടെങ്കിൽ ആ കൈയെ ചലിപ്പിക്കുവാനുള്ളതായ ശക്തമേറിയ പ്രേരണ ചെലുത്തുവാനുള്ള കൃപ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ദൈവം നിനക്ക് നൽകിയിട്ടില്ലേ? ഇന്ന് രാവിലെ കർത്താവിന്റെ സന്നിധിയിൽ കരം വളർത്തുമ്പോൾ, ദൈവസന്നിധിയിൽ മുട്ടുമേൽ നിൽക്കുമ്പോൾ, ദൈവത്തോട് നീ അഭയാചന കഴിക്കുമ്പോൾ നിനക്ക് അനുകൂലമാവും വിധത്തിൽ കാര്യങ്ങൾ തിരിയാൻ പോവുകയാണ്. ഹല്ലേലൂയ. പരമാധികാരം അപ്പുറത്താണ് എന്ന് ചിന്തിക്കരുതേ. പരമാധികാരി നിന്റെ പക്ഷത്താ. ആമേൻ. അധികാരം അവർക്കാ ഉള്ളതെന്ന് പറഞ്ഞ് പേടിക്കരുതേ. പരമാധികാരി നിന്റെ കൂടെയാ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ വെറുതെക്കാരാകാനല്ല, ദൈവത്തിൻ്റെ മക്കളാകാനുള്ള അധികാരം കൊടുത്തു. ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകൾ, ഈ ഒരു പ്രിവിലേജ് ധൈര്യത്തോടൊന്ന് ഉപയോഗിച്ച് നിന്റെ തലയെടുക്കാൻ വന്നു നിൽക്കുന്ന പ്രശ്നത്തിൻ്റെ മീതെ കിരീടം ശോഭിക്കുന്ന കാഴ്ച നിനക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിചാരണ നേരിടുന്നവൻ വിധികർത്താവായി വരുന്നു. യേശു ക്രൂശിക്കപ്പെടാൻ പോവുകയാണ്. പക്ഷേ യേശുവിൻ്റെ ഭാവി അടുത്ത 3 ദിവസം കൊണ്ട് വേറൊരു തരത്തിലാണ് തിരിയാൻ പോകുന്നത്. കർത്താവിന് ഭയങ്കര ഉറപ്പായി ഈ കാര്യങ്ങൾ പറയുന്നതിൽ. ഞാനാണ് വിധികർത്താവെന്ന് പറഞ്ഞിരിക്കുന്ന പീലാത്തോസ് പേപ്പട്ടിയെപ്പോലെ ഭ്രാന്ത് പിടിച്ച് കണ്ണിക്കാണുന്ന ഇടത്തെല്ലാം കൈ കഴുകി നാടിൻ്റെ നടുവിലൂടെ ഒരു മുഴുഭ്രാന്തനായി അലഞ്ഞു തിരിഞ്ഞ് ഓടി ഒടുങ്ങിയെന്നാണ് ചരിത്രം പറയുന്നത്. എന്നാൽ പീലാത്തോസ് വിധി എഴുതിയ യേശുവോ 10,000ങ്ങളുടെ അതരങ്ങളാൽ ലോകമെമ്പാടുമുള്ള ജനതകളാൽ ഇന്ന് ലോകത്ത് മനുഷ്യർ സംസാരിക്കുന്ന സകല ഭാഷകളാലും ആ പരിശുദ്ധ നാമം ഇന്നും ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവനേറിയ ക്രൂശെന്ന് പൊന്നിൽ പണിത് മനുഷ്യർ കഴുത്തിലണിയാൻ താല്പര്യപ്പെടുന്നു. അവനെ കഴിവേറ്റിയ ക്രൂശിനെ, ആ രൂപത്തെ തങ്ങളുടെ കിരീടങ്ങളിൽ അടിച്ചു ചേർത്ത് കൊത്തിച്ചേർത്ത് രാജാക്കന്മാർ അതിനെ അലങ്കാരമായി ഇന്ന് തലയിൽ ചൂടുന്നു. എവിടെ പോയി കാര്യങ്ങൾ? പീലാത്തോസിൻ്റെ പേര് തെരുവിലെ നായ്ക്കൾക്കിട്ടാലും മക്കൾക്കാരും ആ പേരിന്നിടാറില്ല. ഹല്ലേലൂയ. കൈസർ എന്നുള്ള പേര് പെരുവഴിയിലെ നായ്ക്കൾക്കാർക്കാരിട്ടാലും സ്വന്തം കുഞ്ഞുങ്ങൾക്കത് ആരും ഇടാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ യേശു എന്ന നാമം ആരാധിക്കപ്പെടുന്നു. യേശുവിൻ്റെ ക്രൂശ് ലോകമെമ്പാടും സ്നേഹത്തിൻ്റെ മുദ്രയായി ഉയർത്തപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. താൻ പ്രമാണിത്വത്തിൻ്റെ അധികാര ശൃംഖങ്ങളിൽ അഹങ്കരിച്ചിരുന്നവൻ പോലും മുട്ടുമേൽ നിന്നുകൊണ്ട് അങ്ങാണെൻ്റെ കർത്താവ് എന്ന് വിറച്ചുകൊണ്ട് പറയുന്നൊരു ദിവസം ഭാവിയിലേക്ക് എഴുതപ്പെട്ടിട്ടുണ്ട്. സകലരും ഒരു ദിവസം ചെന്ന് നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ യേശുവിൻ്റെ നേരെ വിധി പറഞ്ഞ പീലാത്തോസും വന്നു നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരിക്കും. നിത്യതയിൽ അങ്ങനെ ഒരു ദിവസം എഴുതപ്പെട്ടിട്ടുണ്ട്. മരിച്ചവർ ആബാലവൃദ്ധം അവൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ വന്നു നിൽക്കുന്ന ഒരു ദിവസം പീലാത്തോസ് അടക്കമുള്ള സകല നരാധമന്മാരും വന്നു നിന്നുകൊണ്ട് യേശുവെ അങ്ങാണ് കർത്താവ് എന്ന് വിറച്ചുകൊണ്ട് പറയുന്ന ആ മനോഹര ദിവസം കാണാൻ ഞാനും കാത്തിരിക്കുകയാണ്. എവിടെയൊക്കെയോ അപകീർത്തിപ്പെടുന്ന, തകർക്കപ്പെടുവാൻ ശത്രുക്കൾ ഗൂഢാലോചന കഴിക്കുമ്പോൾ ജീവിതം പൊയ്പോകുമോ എന്ന് ഭയന്ന് വിറയ്ക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടി ദൈവം ശ്രേഷ്ഠതയുടെ പുതിയൊരു ദിനമായി മുന്നോട്ടുള്ള ദിവസങ്ങളെ അലങ്കരിച്ചു വെക്കുകയാണ്. അഗ്നി ജ്വലിക്കുന്ന ക്രിസ്തുവിൻ്റെ പരമാധികാരത്തിന് മുമ്പിൽ അഭയം ചൊല്ലുന്ന നിന്നെ ഒരു നരാധമന്മാരുടെ ഇഷ്ടത്തിന് കൂത്താടാൻ ദൈവം വിട്ടുകൊടുക്കുകയില്ല. ഒരു ദ്രോഹികൾക്കും പന്താടാൻ വേണ്ടി ദൈവം നിൻ്റെ ജീവിതത്തെ എറിഞ്ഞു കൊടുക്കുകയില്ല. തൻ്റെ പൈതൽ എന്ന നിലയിൽ കർത്താവിന് നിൻ്റെ കാര്യത്തിൽ തീഷ്ണതയുടെ തീരുമാനങ്ങളുണ്ട്. നിന്നെ തൊടുന്നവൻ നിന്നെയല്ല, എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തന്നെ തൊടുന്നു എന്ന് ദൈവം പറഞ്ഞേക്കുന്നത് ഒരു രസത്തിനല്ല, നിറവേറ്റാനുള്ള പ്രാപ്തി തനിക്കുള്ളതുകൊണ്ടും ദൈവം അത്രയും വിലപ്പെട്ടവനായി നിന്നെ വിലയിരുത്തുന്നതിനാലുമാണ്. യേശു ചങ്ക് പറിച്ചു കൊടുത്തത് കുറേ ദൂതന്മാർക്ക് വേണ്ടിയല്ല. യേശു ചങ്ക് പറിച്ചു കൊടുത്തത് പാപികളും ദോഷികളുമായിരുന്ന മനുഷ്യരായ നമുക്ക് വേണ്ടിയാണ്. ഇന്ന് രാവിലെ ആ ക്രിസ്തുവിനെ കൈക്കൊണ്ട നിനക്ക് ദൈവപൈതലാകാനുള്ള അധികാരം പിതാവ് നൽകിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പൈതലിൻ്റെ കാര്യം ദൈവത്തിന് സ്വന്തം കാര്യം പോലെ പ്രധാനപ്പെട്ടതാണ്. പേടിക്കേണ്ട, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല.
ഒരു ബാധയും നിൻ്റെ കൂടാരത്തിന് അടുക്കുകയില്ല. ഒരു ശത്രുവും നിൻ്റെ മേൽ ജയം ഘോഷിക്കുകയില്ല. ഒരു അധികാരസ്ഥനും നിൻ്റെ മേൽ ചലിപ്പിക്കുവാൻ തക്കവിധം അവൻ്റെ അധികാര ശൃംഖലയെ ഉപയോഗിക്കുകയില്ല. ഒരു ഉന്നതനും നിൻ്റെ കാര്യത്തിനകത്ത് ദ്രോഹം ചെയ്യാൻ എഴുന്നേൽക്കുകയില്ല. ഹാമാന്മാർ കഴുകുമരം പണിയും, പേടിക്കേണ്ട, ആ കഴുകുമരത്തിൽ അവന്മാരുടെ കഴുത്ത് തന്നെ തൂങ്ങും. ദുഷ്ടന്മാർ കുഴികൾ വെട്ടും, പേടിക്കേണ്ട, ആ കുഴിച്ച കുഴിയിൽ അവന്മാർ തന്നെ വീഴും. ഒന്നുകൂടെ നന്നായിട്ട് തിരുമ്മി തുറന്നു വെച്ചു. നിറഞ്ഞ കണ്ണുകളോടെ പ്രാർത്ഥിച്ച നിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം നീ നിൻ്റെ കണ്ണുകൊണ്ട് തന്നെ നോക്കിക്കാണും. എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ടും എൻ്റെ ചെവി എന്നോടൊരുക്കുന്ന ദുഷ്കർമ്മികളെക്കുറിച്ച് കേട്ടും രസിക്കും. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. നിൻ്റെ കുടുംബത്തിനകത്തൊരു വലിയ വിടുതൽ നടക്കാൻ പോകുന്നു. നിനക്ക് നേരെ വന്നിരിക്കുന്ന ചില കള്ളപ്രമാണങ്ങളെ തമ്പുരാൻ റദ്ദ് ചെയ്യാൻ പോകുന്നു. നിനക്ക് നേരെ വന്നിരിക്കുന്ന ചില ഓർഡിനൻസുകളെ ദൈവം ക്യാൻസൽ ചെയ്യാൻ പോകുന്നു. നിൻ്റെ പ്രൊമോഷൻ തടഞ്ഞു വെച്ചിരിക്കുന്ന ചില ഡോക്യുമെൻറ്റുകളെ ദൈവം റദ്ദ് ചെയ്യാൻ പോകുന്നു. വലിയ ചില വിടുതലുകൾ നിനക്ക് വേണ്ടി അധികാരമണ്ഡലങ്ങളിൽ കർത്താവ് ഇന്ന് രാവിലെ ചലിപ്പിക്കുകയാണ്. ധൈര്യപ്പെട്, ധൈര്യപ്പെട്, ധൈര്യപ്പെട്. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. തൻ്റെ ദാസന്മാരോടുള്ള നീതിയും അവരുടെ അവകാശവും ഇത് തന്നെയാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. വലിയവനായ ദൈവമേ, നീതിയുള്ള ന്യായാധിപതിയായ കർത്താവേ, ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവും, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനും തക്ക സമയത്ത് പ്രത്യക്ഷത വരുന്നവനുമായ കർത്താവായ യേശുവേ, വെളിച്ചങ്ങളുടെ വെളിച്ചമേ, ജീവൻ്റെ പരമാധികാരിയെ, ശത്രുമണ്ഡലങ്ങളുടെ പേടി സ്വപ്നമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഇന്ന് രാവിലെ ദൈവിക ദൂത് കേട്ട് അങ്ങയിൽ ബലം പ്രാപിച്ചിരിക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങൾ ഏതെല്ലാം ജീവിത പ്രശ്നങ്ങളിൽ കിടന്ന് നട്ടം തിരിയുന്നവരാണേലും ഇവരെ വിടുവിക്കുവാൻ അവിടെ നിന്ന് പകൽ ഇവർക്ക് വേണ്ടി ഇറങ്ങുന്നതിനായിട്ട് സ്തോത്രം. കുഞ്ഞാടുകൾക്ക് നേരെ അലറിയ പാഞ്ഞെടുക്കുന്ന സിംഹങ്ങളെ നോക്കിക്കാണുമ്പോൾ ഓടി ഒളിക്കുന്ന ഇടയനല്ലിത്. ആ സിംഹത്തെ കീറിക്കളയുന്ന ബലവാനായൊരു നല്ല യേശു എന്ന ഇടയൻ ഞങ്ങൾക്കുള്ളതിനായിട്ട് സ്തോത്രം. ഇന്ന് പകൽ ഒരു ദുഷ്ടശക്തിയും ഇവരുടെ മേൽ പ്രാബല്യത പുലർത്താതെ, ഒരു ഇരുട്ടിൻ്റെ അധികാരങ്ങളും ഇവർക്ക് മേൽ ജയം ഘോഷിക്കാതെ അങ്ങയുടെ കൃപയിൽ അങ്ങയുടെ മക്കളെ ജയത്തോടെ മുന്നോട്ട് നയിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. പ്രാർത്ഥിച്ചവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവും രക്ഷിതാവുമായ യേശുവിൻ നാമത്തിൽ ഇവരിന്ന് നേരിടുന്ന ചലഞ്ചുകൾക്ക്, നിയമപ്രശ്നങ്ങൾക്ക്, കുരുക്കുകൾക്ക് മേൽ ഞാൻ ജയം കൽപ്പിക്കുന്നു. യേശു മിശിഹായുടെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്ന് നേരിട്ട് കാണണ്ടേ? കോട്ടയത്ത് നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭയുടെ ആരാധനയിൽ വന്ന് പങ്കുചേരൂ. നിങ്ങൾക്കത് ഭയങ്കര ഒരു അനുഗ്രഹമായിരിക്കും. ഒരുപാട് പേർ വന്ന് ഭൂതബാധകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നു. അന്ധമായ കണ്ണുകളെ ദൈവം തുറക്കുന്നു. അനേകർക്ക് ദൈവം വിടുതലുകളെയും അനുഗ്രഹങ്ങളെയും ചൊരിയുന്നു. ദൈവം നിങ്ങളുടെ ജീവിതത്തിലും വിശാലത നൽകുവാൻ ആഗ്രഹിക്കുന്നു. കടന്നു വരിക. ഈ ചാനൽ ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കർത്താവ് നിങ്ങളെ വാസ്തവമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ കൃപ, പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മ നിങ്ങളോടുകൂടി ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.